ഇനി വേറൊരാളുണ്ട് ഇവിടെ, അതുൽ വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ. വീഡിയോ അല്ല, ഞാൻ അതുൽ വ്ളോഗ്സിന്റെ തംബ്നെയിൽ ഞാൻ ഇവിടെ കാണിച്ചു തരാം. അതുൽ വ്ളോഗ്സ് തുടക്കത്തിൽ തന്നെ പറയുന്നത് ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ ഒരിക്കലും തെറ്റായ ഇതിട്ടിട്ട് ഞാൻ മാനിപ്പുലേറ്റ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇട്ടിരിക്കുന്ന തംബ്നെയിൽ ഞാൻ ഇവിടെ സൈഡിൽ കാണിക്കാം. ശ്രീവിദ്യ അങ്ങനെ വേർപിരിഞ്ഞു ? നന്ദു വേറെ സ്ഥലം പോയി ? എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ കാരണം ഒരു കുടുംബം ഒന്നിച്ചിരിക്കുകയാണ് ഗായ്സ്. വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീവിദ്യ മുല്ലശ്ശേരിക്ക് ഒരു പരാതി ഉണ്ടായിരുന്നു. 2 ദിവസം മുന്നേ ഉണ്ടായിരുന്ന ഒരു വീഡിയോയില് തന്റെ ഭർത്താവ് നന്ദുട്ടിന് അടുത്തില്ല എന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഇന്നലെ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, അവർക്ക് ഒന്നിച്ച് ഇരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമം. എന്നാൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരും കൂടി അതെടുത്ത് റിയാക്ട് ചെയ്തതോടെ സുഹൃത്തുക്കളെ അവരൊന്നിച്ചിരിക്കുകയാണ്. ഇന്ന് എല്ലാത്തിനും കൂടി എക്സ്പ്ലനേഷൻ ആയിട്ട് ഒരു വീഡിയോയുമായിട്ട് ഒരുമിച്ച് വന്നിരിക്കുകയാണ്. കണ്ടതിൽ വളരെയധികം സന്തോഷം. ഇങ്ങനെ എപ്പോഴും ഒന്നിച്ചിരിക്കട്ടെ, ഇതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. മനസ്സിലായോ? പക്ഷെ ഇതിന്റെ ഇടയിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് എന്നെ കുത്തി പറഞ്ഞത് ഞാൻ തംബ്നെയിൽ മിസ്ലീഡിംഗ് ആണ് വെച്ചിരിക്കുന്നത്. ഞാൻ ഇന്നലത്തെ വീഡിയോയിലും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മളെല്ലാവരും മിസ്ലീഡിംഗ് തംബ്നെയിൽ യൂസ് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യും. പക്ഷേ സ്വന്തം കുടുംബത്തിൽ നടക്കുന്ന ഒരു കാര്യത്തിന് ഇല്ലാത്ത കാര്യമാക്കി മിസ്ലീഡിംഗ് വച്ച് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പരിപാടി നമുക്കില്ലടെ. കുടുംബത്തിൽ തൊട്ടുള്ള കളിയില്ല. ഉള്ള ആരും പറഞ്ഞത് സ്വന്തം കുടുംബത്തില് അങ്ങനെ ആരും വെച്ചുണ്ടാക്കാറില്ല. അങ്ങനെ ഉണ്ടാക്കുന്നവരെ നമ്മൾ വെറും ഉളുപ്പില്ലാത്തവരെന്ന് ചിലപ്പോൾ പറഞ്ഞേക്കും. ഞാൻ പറഞ്ഞില്ലേ, മല്ലു ഫാമിലിയാണ് ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് സൂചിപ്പിച്ച് മുന്നിലോട്ട് തന്നിട്ടുള്ളത്. സ്വന്തം ഭാര്യ ഗവീതം എന്ന് പറഞ്ഞു വെച്ചവന്. അതുപോലത്തെ ഒരു എക്സാമ്പിൾ ഞാൻ ഇനി വേറെ പറയാനുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ വ്യക്തമായിട്ട് പറയാം, സ്വന്തം കുടുംബത്തിൽ ആരും ഇങ്ങനത്തെ മിസ്ലീഡിങ് സാധനം വയ്ക്കാറില്ല. എന്നാൽ ഒരുപക്ഷെ അല്ലാത്ത കണ്ടന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വയ്ക്കൂടെ? ഞാൻ മിക്കതും മിസ്ലീഡിങ് വയ്ക്കാറുണ്ട്, ഞാൻ അക്സെപ്റ്റും ചെയ്യുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. എന്തായാലും ഇവരെ രണ്ടുപേരും കൂടി ഒരു വീഡിയോ അങ്ങ് ഇട്ടിട്ടുണ്ട്. അടിച്ച് എല്ലാവരും എണ്ണാക്കി കൊടുത്തിട്ടുണ്ട്. എന്തായാലും എനിക്കും കിട്ടിയിട്ടുണ്ട്. കിട്ടിയ സ്ഥിതിക്ക് ഞാൻ തിരിച്ചെന്തെങ്കിലുമൊക്കെ കൊടുത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ തമ്മിൽ എന്തോ ബന്ധമാണ്. അതുകൊണ്ട് നമുക്കൊന്ന് തുടങ്ങാം. 2 പേര് തമ്മിലുള്ള വിഷയം നടന്നെങ്കിൽ എന്തിനാണ് അത് മൂന്നാമതൊരാൾ, ഒന്നും അറിയാത്ത ഒരാൾ വന്ന് അതിൽ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് എന്ന് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട്, പേഴ്സണലി എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ റിയാക്ഷൻ വീഡിയോസ് കാണാറില്ല. ചേച്ചി റിയാക്ഷൻ വീഡിയോ കാണണ്ട, കാണണമെന്ന് ഇവിടെ ആരും നിർബന്ധിച്ചില്ല. കാണണ്ട, എന്തിനു കാണണം? കാണണ്ട. ഈ 2 പേര് തമ്മിലുള്ള പ്രശ്നം മൂന്നാമതൊരാൾ വന്ന് അഭിപ്രായം പറയുന്നു എന്ന് ചേച്ചി പറയുന്നുണ്ടല്ലോ, എങ്കിൽ ഈ 2 പേര് തമ്മിലുള്ള പ്രശ്നം എന്തിനാണ് മൂന്നാമത്തെ ഒരാളിന്റെ ഇടയിൽ കൊണ്ട് ഇട്ടു കൊടുക്കുന്നത്? ഏത് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഇടുന്നതുകൊണ്ടല്ലേ നമ്മൾ അറിയുന്നത്, നമ്മൾ അറിയുന്നതുകൊണ്ടല്ലേ നമ്മൾ എടുത്ത് വെച്ച് അഭിപ്രായം പറയുന്നത്. അപ്പൊ നിങ്ങളുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് ആരെങ്കിലും അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ലൈക്ക് അടിച്ച് വിട്ടു കൊടുക്കും. പക്ഷെ മൂന്നാമത്തെ ആള് അതെടുത്ത് വെച്ച് കണ്ടന്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിടിക്കത്തില്ല. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഈ ഒരു ഉടനീളം വീഡിയോയില് നല്ലപോലെ ചൊറിഞ്ഞിട്ടുണ്ട്. വേറൊന്നുമല്ല, നിങ്ങളെക്കാളും വ്യൂസ് നിങ്ങളെ റിയാക്ട് ചെയ്തവർക്ക് കിട്ടി. അത് തന്നെയാണ് ഏറ്റവും വലിയ സങ്കടമെന്ന് എനിക്ക് മനസ്സിലായി. കുഴപ്പമില്ല, നമുക്കതും പരിഹരിക്കാം. എല്ലാത്തിനും മരുന്നുണ്ട് ദാസ മരുന്നുണ്ട്. നമുക്കതും പരിഹരിച്ച് തന്നെ പോകാൻ പറ്റും. എന്തായാലും നമുക്ക് ബാക്കി കേൾക്കാം. ഞാനും നന്ദു ഇപ്പോൾ ഒരുമിച്ചല്ല, ഞങ്ങൾ ഒരുമിച്ചല്ലായിരുന്നു. ചേട്ടൻ പറ, എന്തായിരുന്നു ഞങ്ങൾ അതിനിടേണ്ട ക്യാപ്ഷൻ? ഞാനും നന്ദും ഇപ്പോൾ ഒരുമിച്ചല്ല, ഞങ്ങൾ ഒരുമിച്ചല്ല, ഇതാണ് കണ്ടന്റ്. ഞങ്ങൾ എന്തായിരുന്നു ക്യാപ്ഷൻ ഇടേണ്ടിയിരുന്നത്? നിങ്ങൾ ക്യാപ്ഷൻ പലതും ഇടാം. നന്ദു ദൂരെ ജോലി കിട്ടിപ്പോയി, ഞാൻ വീട്ടിലായി, അങ്ങനെ ഇടാം. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഇടാം. ഇതല്ലാണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടി വേർപിരിഞ്ഞു പോകുന്ന രീതിയിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സാധനമുണ്ട്, ക്ലിക്ക് ബൈറ്റ് സാധനം നമ്മൾ ഇടാറുണ്ട്. പക്ഷെ അത് സ്വന്തം കുടുംബത്തിൽ ഇടൂലടേ. അങ്ങനെ ഇടാൻ എങ്ങനെ മനസ്സ് വരുന്നടേ? എനിക്ക് അറിഞ്ഞൂടേ. അതുകൊണ്ട് പറഞ്ഞതടേ, ഞാൻ അല്ലാതെ എന്തോന്ന് പറയാനിടേ. ഇതിനി വീണ്ടും ഇട്ട് തിരിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഇത്ര കേട്ടാൽ മതി, വേണമെങ്കിൽ മനസ്സിലായിരിക്കും. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. പിന്നെ അത് മിസ്ലീഡ് ചെയ്യണമെങ്കിൽ, അതായത് നമ്മൾ അടിച്ചു പിരിഞ്ഞു എന്നുള്ളതാണെങ്കിൽ ഇതിനേക്കാൾ സൂപ്പറായിട്ട് തമിഴിൽ ചെയ്യാൻ എനിക്കറിയാം. എനിക്കൊരു ടീമുണ്ട്. പിന്നെ ടീമിന്റെ കൊടുത്ത് തമിഴിൽ ചെയ്യാത്തത് ഇങ്ങനെ സ്വന്തമായിട്ടൊക്കെ തമിഴിൽ ചെയ്തുകൊണ്ടല്ലേ ഇമാതിരി ഊളത്തനങ്ങളൊക്കെ എഴുതി വെച്ചത്. അല്ലെങ്കിൽ ടീമിന്റെ കൊടുത്ത് നേരത്തെ നല്ലതായിട്ട് തമിഴിലൊക്കെ ചെയ്തുകൂടെ ചേച്ചി? ഇതെന്തുവാ ചേച്ചി തിങ്കിട്ട് ഞങ്ങളെ ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന വ്യൂസ് എന്ന് പറയുന്നത് ഏകദേശം 1,57,000 വ്യൂസാണ്. 1,57,000 വ്യൂസാണ് പുള്ളിക്കാരന് കിട്ടിയിട്ടുള്ളത്. ഞങ്ങളുടെ ആ കണ്ടന്റിന് ഇപ്പോഴും 84,000 വ്യൂസേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ആരെയാണ് എങ്ങനെയാണ് വിറ്റ് പൈസ ഉണ്ടാക്കിയെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആരാണ് അവരുടെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിച്ച്, അല്ലെങ്കിൽ ആരാണ് മാനിപ്പുലേറ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കിയെന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. 1,57,000 വ്യൂസുമായിട്ട് ഒരു ദിവസത്തിൽ. പോയിന്റ് നമ്പർ 1, നല്ല വിഷമമുണ്ട്. നിങ്ങളിട്ടപ്പോൾ 83,000 വ്യൂസും മൂപ്പനിട്ടപ്പോൾ 1,70,000 വ്യൂസ്. നല്ല വിഷമമുണ്ട്, എനിക്ക് മനസ്സിലായി. ഒരു കാര്യം ചെയ്യും, മൂപ്പന്റെ അടുത്ത് പറഞ്ഞാൽ മതി, മൂപ്പൻ കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്യും. അങ്ങനെ മൂപ്പന്റെ കുറച്ച് വ്യൂസും കൂടി അവിടെ ഒന്ന് കയറും. അങ്ങനെ കുറച്ചുകൂടി വ്യൂസ് കിട്ടും. അങ്ങനെ ഒന്ന് ആശ്വസിക്കാം. ഇനി അടുത്ത പോയിന്റ് നമ്പർ 2, നിങ്ങൾ വിറ്റ് നമ്മൾ പോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ ജീവിക്കുന്നു. ഈ വിറ്റെന്ന് പറയാൻ എന്തായിടേ? നിങ്ങൾ എന്തെങ്കിലും പറക്കിയെടുത്തോണ്ടെന്ന് ലേലം വിളിക്കുക, ഇരുത്തി വിറ്റ. എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ടിരിക്കുന്നത്. നിങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ എടുത്തിട്ട് അഭിപ്രായം പറഞ്ഞു,
ഇനിയിപ്പോ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവന്മാർക്ക് വേറെ പണിയില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട അണ്ണ. അതിലോട്ട് ഞാൻ വരാം. അതിപ്പം ഞാൻ പറഞ്ഞുതരാം. അണ്ണൻ എന്തായാലും എല്ലാം പറഞ്ഞു തന്നിട്ടേ ഞാൻ വിടത്തുള്ളൂ. ഞങ്ങളിൽ നിന്ന് കിട്ടിയ, ഞങ്ങളുടെ ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടിയ കണ്ടന്റിൽ നിന്ന് കിട്ടിയ പൈസയായിട്ട് പുള്ളി പോകുന്നുണ്ട്. സ്വന്തമായിട്ട് ഒരു തരത്തിലുള്ള അധ്വാനവും ചെയ്യാതെ ചെറിയതായിട്ട് ക്യാമറ പിടിച്ചിട്ട് ഇതിൻ്റെ അകത്തുള്ളതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് പുള്ളിക്ക് കിട്ടി 1,57,000 വ്യൂസ്. സ്വന്തമായിട്ട് ഒരു അധ്വാനം ഇല്ലാതെ ക്യാമറ പിടിച്ചിട്ട് പുള്ളിക്കും കിട്ടി 1,70,000 വ്യൂസ്. എന്റെ പൊന്നെണ്ണ, നിങ്ങൾ ചെയ്യുന്ന 10 ഇരട്ടി എഫർട്ട് ഇട്ടിട്ടാണ് നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഓരോരുത്തരും വീഡിയോ ചെയ്യുന്ന. ഒരു സാധനം തപ്പിപ്പോണം, തപ്പി കണ്ടുപിടിച്ച് അതിന്റെ മുക്കും മൂലയും പല സ്ഥലങ്ങളിലാണ് ഒപ്പിക്കണം. ഒപ്പിച്ചതിന് ശേഷം വീണ്ടും പണിയുണ്ടേ. അതിനെ കട്ട് ചെയ്തൊക്കെ മാറ്റി എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്പുറത്തിട്ട് ഇപ്പുറത്തിട്ട് പിന്നെ നമ്മൾ വീഡിയോ ചെയ്ത് നമ്മുടെ അഭിപ്രായം പറഞ്ഞ് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് അതിൻ്റെതായ കുറെ റിസ്കുകളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് അതിനെ എഡിറ്റ് ചെയ്ത് എടുത്ത് കയറ്റി വച്ച് പിന്നെ അപ്ലോഡ് ചെയ്യുമ്പോൾ വേർത്ത് പണ്ടാരടങ്ങൂടെ. ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങളെ പോലെയുള്ളവരാ ക്യാമറ ഓൺ ചെയ്യും, കയറി സോഫയിലിരിക്കും. അത് പിന്നെ നമ്മുടെ കുടുംബത്തിൽ അങ്ങനെയാണ് കേട്ടോ. നമ്മളിങ്ങനെ അതുവഴി പോയപ്പോ എന്നിട്ട് ഇടയ്ക്ക് കൂടെ ഒരു പ്രോഡക്റ്റ് നോക്കി കാണിക്കും. ഇത്രേ ഉള്ളൂ. കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെക്കാളും പണി നമുക്കാണുള്ളത്. അതുകൊണ്ട് അണ്ണൻ കമ്പാരിസൺ നടത്താൻ നിൽക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായ എഫർട്ട് ഉണ്ട്. നിങ്ങളുടേതായ എഫർട്ടിനെക്കാളും നല്ല എഫർട്ട് നമുക്കുണ്ടേ. അത് വേറൊരു സത്യം ഇവിടെ ഉള്ള കാര്യം. അണ്ണ നന്ദു അണ്ണ എന്തുവാ അണ്ണ മനസ്സിലാക്കി പെരുമാറണ്ടേ. അണ്ണ ഇങ്ങനെ എന്തുവാ ഇത്? ഞാൻ ഇത് പറയുന്ന വേറൊന്നുമല്ല, നമ്മൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെ ചെയ്തതെന്ന് പറയുന്നതുകൊണ്ട് ഞാൻ പറയുന്നത്. 84,000 വ്യൂസും ഏകദേശം 10-300ഓളം അൺസബ്സ്ക്രൈബും നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് സബ്സ്ക്രൈബർ ഡ്രോപ്പ് വന്നിട്ടുണ്ട്. ആഹാ, അപ്പൊ അങ്ങനെ സംഭവിച്ചല്ലേ? സബ്സ്ക്രൈബർ ഡ്രോപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അത് കയ്യിലിരിപ്പ. അത് നമ്മളാരെ കുറ്റമല്ല. നമ്മുടെ അഭിപ്രായം പറഞ്ഞു പോയി. നിങ്ങൾക്ക് സബ്സ്ക്രൈബർ ഡ്രോപ്പ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിപ്പ. നിങ്ങളെ സബ്സ്ക്രൈബേഴ്സിന് തന്നെ നിങ്ങളെ പിടിച്ചിട്ടില്ല. നിങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് പിടിച്ചിട്ടില്ലെന്നാണ് അതിന്റെ അർത്ഥം. അല്ലാണ്ട് നമ്മളാരും പറയിപ്പിച്ച് ജയിപ്പിച്ചതൊന്നുമല്ല. നമ്മൾ പറയുമ്പോൾ കേൾക്കുക അവരാരാ? അവർക്ക് അവരുടെ അഭിപ്രായങ്ങളുണ്ട്. അവർക്ക് നമ്മൾ പറയുന്നതിന് യോജിപ്പ് വരുമ്പോഴാണ് അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങളോട് വിയോജിപ്പ് വരുമ്പോഴാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാത്തത്. നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നത്. അത് മനസ്സിലാക്കണം. അല്ലാണ്ട് അവരാരും നമ്മളെ അടിമകളല്ല. നമ്മൾ പറയുന്ന പോയിന്റിൽ അവർക്ക് യോജിപ്പ് പോകുന്ന അതേ ഒരു നിലപാടാണെങ്കിൽ അവർ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യും, നമ്മളെ സപ്പോർട്ട് ചെയ്യും. നിങ്ങളെ ഇതുപോലെ അറിയും. നിങ്ങളെന്നല്ല വേറെ ആരാണെങ്കിലും അത് തന്നെയാണ് സംഭവം നടക്കാൻ പോകുന്നത്. അത്രേ ഉള്ളൂ. കൂടുതൽ ഇത് ചിന്തിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല. അണ്ണൻ ചുമ്മാ അങ്ങ് ഇരുന്ന് വേർക്കേണ്ട കാര്യമൊന്നുമില്ല. അണ്ണ വേറൊന്നുമല്ല. നല്ലപോലെ വിഷമമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. വിഷമം വരും, ഏറി കയറുമ്പോൾ വിഷമം വരും. അത് നമ്മൾ ചിന്തിച്ച് പെരുമാറിയാലും പെട്ടെന്ന് തന്നെ ഏറി കയറും. പ്രത്യേകിച്ച് എനിക്ക് നാട്ടുകാർ ഒരു പേരിട്ടിട്ടുണ്ട്. ഏത്? മിസ്ലീഡിങ് തമ്മിലുള്ള ഉസ്താദ് എന്നുള്ള രീതിയിൽ. ചിലവന്മാർ വന്നിരുന്ന് കുരയ്ക്കാറുമുണ്ട് ഈ പേരും പറഞ്ഞ്. ഇന്നലെയും കൂടി കണ്ടു ഞാൻ. എനിക്ക് ഇതിനെ പറ്റി പറയാൻ യോഗ്യതയില്ല. നീയൊക്കെ പറയടേ എന്ന് തന്നെ പറയും ഞാൻ. അതിന്റെ അടിയിൽ പോയിട്ട് വേറെ ചിലവന്മാർ കമന്റ് ചെയ്ത് അങ്ങ് മെഴുകാറുണ്ട്. എല്ലാവന്മാർക്കും വിട്ട് താങ്ങി തന്നെയാണ് സംസാരിക്കുന്നത്. എന്നെ കൊണ്ട് കൂടുതൽ വാ ഉറപ്പിക്കില്ല. ഞാൻ ശരിയാവൂല. മിസ്ലീഡിങ് തമ്മിലേ വയ്ക്കാറുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ സ്വന്തം കുടുംബത്തിൽ നടക്കുന്ന ഒരു വിഷയം, അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഭർത്താവ് പിണങ്ങിപ്പോയി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ വേർപിരിയാൻ പോകുന്നു എന്നുള്ള രീതിയിൽ മറ്റുള്ള ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഞാനൊരിക്കലും വീഡിയോ ചെയ്യത്തില്ല, അല്ലെങ്കിൽ തമ്മിലും ചെയ്യത്തില്ല. അതുള്ള കാര്യമാണ്. നമ്മൾ മറ്റുള്ള വിഷയം എടുക്കുമ്പോൾ നമ്മൾ അതിൽ മിസ്ലീഡിങ് വയ്ക്കാറുണ്ട്, ക്ലിക്ക് ബൈറ്റ് വയ്ക്കാറുണ്ട്. പക്ഷെ സ്വന്തം കുടുംബത്തിൽ കയറിയിട്ട് അങ്ങനത്തെ കളി കളിക്കത്തില്ലടേ. അങ്ങനെ സ്വന്തം കുടുംബത്തിനെ വെച്ച് വിറ്റ് കാശുണ്ടാക്കുന്നുണ്ടെങ്കിൽ എനിക്കതിൽ താല്പര്യമില്ല. ഉള്ള കാര്യം ഞാൻ പറയാം. ഉള്ള കാര്യം ഓപ്പൺ ആയിട്ട് പറയാം. ഒരെണ്ണം പറയാണ് എനിക്കിതിൽ പറയാൻ യോഗ്യതയില്ല. മിസ്ലീഡിങ് തമ്മിൽ ഞാൻ വയ്ക്കുന്നതേ മിസ്ലീഡിങ് ആണ്. പക്ഷെ ഒരു വീഡിയോ കാണിച്ച എന്റെ കുടുംബത്തിനെ വെച്ചിട്ട് ഞാൻ മിസ്ലീഡിങ് കാണിച്ച എന്റെ ഭാര്യ വണങ്ങിപ്പോയെന്നാ. എന്റെ ഭാര്യ ഇല്ല, ഞാൻ സിംഗിളാണ്. ഓക്കെ, അതെവിടെ കിട്ടെ. കല്യാണം കഴിച്ചിട്ടില്ല. അതെല്ലാം നമ്മുടെ ഇവിടുത്തെ വിഷയം. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ഞാൻ വെച്ചിട്ട് തമ്മിൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ചെയ്യത്തില്ല. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നമ്മൾ തമ്മിൽ വ്യത്യാസം ഒരുപാട്. പക്ഷെ ആ ഒരു ഡ്രോപ്പിൽ നമുക്ക് വിഷമമില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോൾ ഇത്രയും വർഷം കൂടെയുള്ള ആൾക്കാർ പോകത്തില്ല. ആ ഒരു ഡ്രോപ്പിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷമവും ഇല്ല. സൈഡിൽ ടിഷ്യൂ എല്ലാം ഇരിക്കുന്നുണ്ടെങ്കിൽ എടുത്ത് ആ കണ്ണുനീരൊന്നും തുടച്ചിട്ട് ശ്രീവിദ്യ സംസാരിക്കും, ബെറ്റർ ആയിരിക്കും. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ ചെയ്തു ചേട്ടൻ, നമ്മളെ വീണ്ടും ഒന്ന് ഒരുമിപ്പിച്ചു. അതെ, അത് വലിയൊരു സംഭവമാണ്. ശ്രീവിദ്യക്ക് ഒരു പരാതി ഉണ്ടായിരുന്നു. നന്ദൂട്ടൻ ദൂരെയാണ് ജോലി ചെയ്യുന്നത്, അങ്ങ് കാസർഗോഡ്, ഞാൻ ഇങ്ങോട്ട് ട്രിവാൻഡ്രം ആഫ്രിക്കയായിട്ടൊക്കെ കിടക്കണം എന്ന് പറഞ്ഞായിരുന്നു. ഇപ്പൊ നിങ്ങൾ ഒന്നിച്ചില്ലേ? അത് നമ്മളെല്ലാവരും കാരണമായില്ല. അതാണ് പവർ മക്കളെ, അതാണ് പവർ. അതായിരിക്കണം പവർ. കുറച്ച് ആൾക്കാർ, അതായത് കണ്ടവരുടെ കോണ്ടന്റിന്റെ അകത്ത് അല്ലെങ്കിൽ കണ്ടവരുടെ ജീവിതത്തിന്റെ അകത്ത് പോയി അവിടെ കിടക്കുന്നതിനെ എടുത്തുകൊണ്ട് വന്ന് കുറച്ച് പൊടിപ്പും തൊമ്മലുമായിട്ടിട്ട് അതിനെ കൊണ്ടുപോയി അവരുടെ സബ്സ്ക്രൈബേഴ്സിന് വിറ്റ് കാശുണ്ടാക്കുന്ന ഇദ്ദേഹത്തിനെ പോലുള്ള ആൾക്കാരാണോ സത്യം പറഞ്ഞ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുന്നത്? അതോ ഇദ്ദേഹം ശ്രീവിദ്യയാണോ പറ്റിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അണ്ണൻ ഒരു കാര്യം അവിടെ ചവിട്ടിത്തില്ലേ? അണ്ണൻ എത്ര വിഷയം പരിഹരിച്ചിട്ടുണ്ട്. ഈ കണ്ടന്റും ഇത്രയൊക്കെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. 5 ലക്ഷത്തിന് മേളിൽ സബ്സ്ക്രൈബർ ഒക്കെ ഉണ്ടല്ലോ. ശ്രീവിദ്യ അണ്ണനും കൂടി ചേർന്നിട്ട് എത്ര വിഷയം ഈ സൊസൈറ്റിയിൽ പരിഹരിച്ചിട്ടുണ്ട്? ഒന്നെങ്കിലും ചൂണ്ടിക്കാണിക്കും. ഇല്ലല്ലോ. പക്ഷെ നമ്മളെ പോലുള്ളവര് വീഡിയോസ് ചെയ്ത് പല വിഷയങ്ങളും പരിഹരിച്ചിട്ടുണ്ടേ. അത് പരിഹരിച്ച് കൊടുക്കപ്പെട്ടവർക്കറിയാം.
പല വിഷയങ്ങളും, ഒരുപാട് വിഷയങ്ങൾ ഞാൻ തന്നെ പരിഹരിച്ചിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് അണ്ണൻ ചുമ്മാ ഇരുന്ന് വായി തോന്നിയ ഗോതക്കാട്ട് വിളിച്ചു പറയാൻ നിൽക്കേണ്ട. നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലുമൊക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാവാറുണ്ട്. പിന്നെ നിങ്ങൾ കാണിച്ച പരിപാടിയാണ് ചൂണ്ടിക്കാണിച്ചത്, അല്ല നമ്മളാരും കൊണ്ടുവന്ന പരിപാടിയൊന്നുമല്ല. നിങ്ങളുടെ കമന്റ് ബോക്സിൽ തന്നെ ആ സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ ആൾക്കാരെല്ലാവരും ആ ഒരു രീതി തന്നെയാണ് ചിന്തിച്ചത്. അത് തന്നെയാണ് നമ്മൾ സംസാരിച്ചത്. എന്നിട്ട് അണ്ണ ഇങ്ങനെയൊക്കെ പറഞ്ഞ നമ്മൾ എന്ത് ചെയ്യും അണ്ണ? നമ്മൾ തമ്മിൽ ഇങ്ങനെയാ? ഇനി വേറൊരാളുണ്ട് ഇവിടെ, അതുൽ വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ. വീഡിയോ അല്ല, ഞാൻ അതുൽ വ്ളോഗ്സിന്റെ തംബ്നെയിൽ ഞാൻ ഇവിടെ കാണിച്ചു തരാം. അതുൽ വ്ളോഗ്സ് തുടക്കത്തിൽ തന്നെ പറയുന്നത് ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ ഒരിക്കലും തെറ്റായ ഇതിട്ടിട്ട് ഞാൻ മാനിപ്പുലേറ്റ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇട്ടിരിക്കുന്ന തംബ്നെയിൽ ഞാൻ ഇവിടെ സൈഡിൽ കാണിക്കാം. ശ്രീവിധി അങ്ങനെ വേർപിരിഞ്ഞു ? നന്ദു വേറെ സ്ഥലം പോയി ? ഞങ്ങളുടെ കല്യാണത്തിന്റെ ഫോട്ടോ എടുത്ത് അതിൽ നിന്ന് ഒരു ആരോ എടുത്ത് വെച്ചിട്ട് എനിക്കിനി എനിക്ക് എപ്പിസോഡിൽ പുള്ളിക്കാരി കരയുന്ന ഒരു ഫോട്ടോ, എന്നിട്ട് പറയാണ് എനിക്കിനി അവൾ വേണ്ട, നന്ദുവിന് പറയാനുള്ളത്. എടോ ഇതൊക്കെയല്ലേടോ ഏറ്റവും വലിയ മാനിപ്പുലേഷൻ. അങ്ങനെ തോന്നി എന്തു അണ്ണ ഇത്രയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയൊക്കെ പൊടിക്കെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യണ്ടേ? എന്റെ പൊന്നണ്ണ ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ മിസ്ലീഡിങ് തമ്മിൽ വയ്ക്കാറുണ്ട്. അതിന്റെ വീഡിയോ എന്നാലും അണ്ണ ഫുള്ള് കണ്ടിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ മിസ്ലീഡിങ് തമ്മിൽ വയ്ക്കാറുണ്ട്. പക്ഷെ ഒരിക്കലും സ്വന്തം കുടുംബത്തിനെ ഏറ്റവും കൊണ്ടൊരു മിസ്ലീഡിങ് വെക്കാറില്ല. അത് മനസ്സിലാക്കാൻ ബോധമുണ്ടെങ്കിൽ അണ്ണൻ മനസ്സിലാക്കി. കൂടുതൽ എനിക്ക് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല. ബാക്കി കഴിഞ്ഞ 5 വർഷമായിട്ട് എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ 2 വീഡിയോസ് ഇട്ട് കഷ്ടപ്പെട്ട് ഒരു 5 ലക്ഷത്തിന് പുറത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കിയ ഒരാളെ ഒരു ഹാർഡ് വർക്കും ചെയ്യാതെ ഒരു ക്യാമറയും പിടിച്ച് തൻ്റെ വീട്ടിൻ്റെ അകത്തിരുന്ന് ബാക്കിയുള്ളവരുടെ കോണ്ടന്റ് എടുത്തിട്ട് ചുരണ്ടി അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നവർ ഒരു ദിവസം വന്ന് പറയുകയാണ് അവർ അൺഫോളോ ചെയ്യും അല്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്കും അൺസബ്സ്ക്രൈബ് ചെയ്യാൻ തക്ക രീതിയിലുള്ള മൈൻഡ് സെറ്റ് ഉള്ളവരാണ് നിങ്ങളെങ്കിൽ എനിക്ക് അതിലൊന്നും പറയാനില്ല. അണ്ണ ഒന്നും പറയരുത്. പിന്നെ അണ്ണൻ പറഞ്ഞില്ലേ, ഒരു പണിയില്ലാതെ വീട്ടിൻ്റെ അകത്ത് വെറുതെ കയറിയിരുന്ന് ചുമ്മാ എടുത്തിട്ട് പണി ഉണ്ടാക്കണമെന്ന്. ഒരു ദിവസം അണ്ണ ഒരു വീഡിയോ ചെയ്ത് കാണിക്കും. ഏതെങ്കിലും ഒരു വിഷയം തപ്പി പിടിക്കണം, അല്ലെ ആരെങ്കിലും ചെയ്ത വിഷയമല്ല, തപ്പി പിടിച്ച് കണ്ടെത്തി അണ്ണൻ അതിന്റെ ക്ലിപ്പുകളെ കട്ട് ചെയ്ത് എടുത്ത് സൈഡിൽ വച്ച് അതിനെ പറ്റി സംസാരിച്ച് മുക്കും മൂല അന്വേഷിച്ച് കണ്ടെത്തി സംസാരിച്ച് അണ്ണൻ ഒരു വീഡിയോ ഞാൻ വെല്ലുവിളിക്കണം. വീഡിയോ അപ്പോഴും മനസ്സിലാകും അതിന്റെ പാട്. അല്ലാണ്ട് ചുമ്മാ വന്നിരുന്നിട്ട് ഒരു പണിയില്ലാതിരിക്കണം എന്ന് പറയരുത്. രാവും പകലും ഇല്ലാതെ ഉണ്ണലും ഉറക്കറവും ഇല്ലാതെയാണ് നമ്മൾ പണിയെടുക്കുന്നത്. 24/7 ആക്റ്റീവാണ്. മനസ്സിലായ? എപ്പോഴാണ് ഏത് കണ്ടന്റാണ് വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. അങ്ങനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ് ഓരോ വീഡിയോയും തപ്പിപ്പിടിച്ച് കണ്ടെത്തി സംസാരിച്ച് ഓരോ വ്യക്തികളായിട്ട് സംസാരിച്ച് ഓരോ വിഷയങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നത്. പിന്നെ നിങ്ങളെ പോലത്തെ ഉള്ള ഇടയ്ക്കുള്ള സംഭവങ്ങൾ നമ്മൾ ചെയ്യും. അല്ലാണ്ട് ചാനലില് തപ്പി നോക്ക് ഏതൊക്കെ വിഷയങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്. ഒരുപാട് വിഷയങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ട് വരാനുണ്ട്. അതുകൊണ്ട് അണ്ണാ നമസ്കാരം. കാണാം പുതിയൊരു വീഡിയോ ആയിട്ട്. ബൈ.